ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ പനീർ ചില്ലി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ പനീറാണ് കേട്ടോ എടുത്തത്. എന്നിട്ടത് ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കണം. ആദ്യം ഇതുപോലെ കട്ട് ചെയ്തിട്ട് എന്നിട്ട് അതും ഒന്നും കൂടെ ഒന്ന് ചെറുതാക്കിയാൽ മതി. ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. ഈ സൈസിലാണ് നമുക്ക് വേണ്ടത്. ഞാനിതാ മുഴുവനും മുറിച്ച് മാറ്റി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേപോലെ ഒരു ബൗളിലേക്ക് ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഞാനിപ്പം ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് രണ്ട് പ്രാവശ്യം എടുക്കുന്നുണ്ട് കേട്ടോ. അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് കൈ വെച്ച് ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പനീർ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ സമയത്ത് നമ്മളിപ്പം വെള്ളം ഒഴിക്കുന്നില്ല. ചിലപ്പം വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പനീർ നന്നായിട്ട് കോട്ടായി കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് വെള്ളം ഒഴിക്കാത്തത്. പനീറിലേക്ക് ഈ മാവ് എല്ലാം നന്നായി കോട്ട് ചെയ്തതിന് ശേഷം മാത്രം ഏകദേശം ഒരു 1-2 സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആ പൊടികളെല്ലാം കോട്ടായി വരില്ല. അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണ വേണ്ട, ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കോട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പനീർ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഒരു സൈഡ് ആയതിനു ശേഷം നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതപ്പോൾ 2 സൈഡും ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. 2-3 ടൈം നമുക്ക് ചെയ്തെടുക്കാൻ ഉണ്ടാവും. 1/2 കിലോ പനീർ വെച്ച് ചെയ്യുകയാണെങ്കിൽ. ഇനി ഇത് ഇവിടെ ഇരുന്ന് ഫ്രൈ ആവട്ടെ. ആ സമയം കൊണ്ട് ഞാനിപ്പം ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് ക്യാപ്സിക്കമാണ്. ഞാനിപ്പോൾ 2 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളെടുത്ത് 1 കളറാണെങ്കിൽ 1 കളർ മാത്രം എടുത്താൽ മതി. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസുമാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ദാ നമ്മുടെ പനീറും ഇവിടെ റെഡിയായി. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതൊന്നും കൂടുതൽ ആവശ്യമില്ല. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും പിന്നെ 2 വെളുത്തുള്ളി മാത്രം ഒന്ന് ചെറുതായിട്ട് മുറിച്ചതാണ് കേട്ടോ. ഇത് പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ സോസൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് സോസിലും ഉപ്പുണ്ടാവും. അതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ.
അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം എന്തായാലും നിർബന്ധമായും ചേർക്കണം, കാരണം ക്യാപ്സിക്കം ചേർത്താൽ മാത്രമേ നമ്മൾക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോയാ സോസും ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. കൂടുതലൊന്നും ആവശ്യമില്ല കേട്ടോ, 2 ടേബിൾ സ്പൂൺ മാത്രം മതിയാകും. എന്നിട്ട് ഇതിപ്പം ഒരു ഗ്രേവി പോലെയാണല്ലോ ഉള്ളത്. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പനീർ കഷ്ണങ്ങളും ചേർക്കാം. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്കത് ഡ്രൈ ആയി കിട്ടും. രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള പനീർ ചില്ലി ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകും. പനീർ നമ്മൾ എപ്പോഴും വാങ്ങുന്നില്ലെങ്കിലും വല്ലപ്പോഴുമൊക്കെ പലരും വാങ്ങുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഡെക്കറേഷൻ വേണമെങ്കിൽ നമുക്ക് സ്പ്രിംഗ് ഓണിയനോ മല്ലിയിലോ ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്തിപ്പം സ്പ്രിംഗ് ഓണിയൻ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്തുന്നുള്ളൂ. ഇത് ചേർക്കാതെയും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മൾ റെസ്റ്റോറൻറ്റ് കിട്ടുന്ന അതേ ടേസ്റ്റിൽ പനീർ ചില്ലി നമ്മുടെ വീട്ടിലും തയ്യാറാക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.